നമസ്കാരം. മുരളി നല്ലനാട് നോവൽസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു ലഘു നോവലാണ് സത്യനാഥൻ്റെ അച്ഛൻ. നോവൽ ആരംഭിക്കുന്നു. 1. ഉണ്ടോയെന്ന് ചോദിച്ചാൽ വിഷുക്കാലമാകുമ്പോൾ തറവാട്ടിലെ തൊടിയിൽ വിഷുപക്ഷിയുടെ നീട്ടിയുള്ള പാട്ട് കേട്ടിട്ടുണ്ട്. നിന്റെ പ്രായത്തിൽ ഞങ്ങളത് കോറസായി പാടും. അപ്പോൾ വിഷുപക്ഷി പാട്ട് നിർത്തും. നന്ദുമോളുടെ കണ്ണിലേക്ക് കൗതുകം മിനി കണ്ടു. വിഷുക്കണി ഒരുക്കുന്ന തിരക്കിലായിരുന്നു മിനി. ജോലി കഴിഞ്ഞ് വൈകുന്നേരം സെക്രട്ടേറിയറ്റിൽ നിന്നിറങ്ങുമ്പോൾ സ്റ്റാച്യുവിലെ റോഡരികിൽ നിന്ന് വിഷുക്കണിയുടെ ചെറിയൊരു കിറ്റ് വാങ്ങിയിരുന്നു. പൂജാമുറിയിലെ കൃഷ്ണൻ്റെ ചെറിയ വിഗ്രഹത്തിന് മുന്നിൽ ഒട്ടും തൃപ്തി വരാതെ മിനി അതൊക്കെ ക്രമീകരിച്ചു വെച്ചു. ഇങ്ങനെയൊന്നും ആയിരുന്നില്ല തറവാട്ടിലെ ഞങ്ങളുടെ വിഷു. 2 ആഴ്ച മുമ്പേ കയ്യാലയുടെ അരികിൽ അതുവരെ ആരും ഗവനിക്കാവുന്ന കണിക്കൊന്നകൾ പെട്ടെന്ന് താരമാകും. നിറയെ കുലകുലയായി മഞ്ഞപ്പൂക്കൾ. നിസ്സംഗത ഘനീഭവിച്ച മിനിയുടെ കണ്ണുകളിൽ തെളിച്ചമുണ്ടായി. വിഗ്രഹത്തിൻ്റെ കാക്കളിരുന്ന വാടിയ ക്ഷതമേറ്റ ഏതാനും പൂക്കൾ മിനി എടുത്തു നോക്കി. ഇത് കണ്ടോ? സങ്കടം തോന്നും. ഒരു കണിക്കൊന്ന നടാൻ സ്വന്തമായി അല്പം മണ്ണ് വേണ്ടേ? എന്തിനാ അമ്മ അച്ഛൻ തറവാട് വിറ്റത്? അവിടെ ഒരുപാട് മരങ്ങളുണ്ടായിരുന്നു. ജോലി ചെയ്യാതെ സ്വന്തം ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കാൻ പണം വേണ്ടേ? ഇന്നോ ഇന്നലെ തുടങ്ങിയതല്ലല്ലോ വിറ്റുതുലയ്ക്കൽ. ഇനി വിൽപ്പനയ്ക്ക് ഒന്നുമില്ല. അച്ഛൻ നമ്മളെങ്ങനെ വെറുക്കാൻ എന്തെങ്കിലും കാരണമുണ്ടോ? എൻ്റെ ഒരു കാര്യത്തിലും അച്ഛൻ ഇടപെടില്ല. അച്ഛനെ രാവിലെ കാണുന്നത് സ്കൂളിൽ പോകാൻ നേരത്താണ്. സെറ്റിയിൽ ചുരുണ്ടുകൂടി കിടപ്പുണ്ടാകും. ചിലപ്പോൾ വഴിക്ക് വെച്ച് കണ്ടാൽ മുഖത്ത് നോക്കാറില്ല. മിനി മറുപടി പറയാതെ നിലവിളക്കിൽ എണ്ണ വാർന്നു. അവളോട് എന്തു പറയും? മകൾക്ക് 12 വയസ്സായിരിക്കുന്നു. ഇനി അവളുടെ ചിന്തകൾ പല വഴിക്ക് ചിറകടിച്ചു പോകും. അച്ഛൻ ഇനി ജോലി തിരിച്ചു കിട്ടില്ലേ? എനിക്കറിയില്ല മോളെ. അമ്മയെ കല്യാണം കഴിക്കുമ്പോൾ അച്ഛൻ കുടിക്കുമായിരുന്നോ? ഞാനതൊന്നും ഓർക്കുന്നില്ല. അന്ന് അധികവും ഇടുക്കിയിലായിരുന്നു നിൻ്റെ അച്ഛൻ. എഞ്ചിനീയറുടെ മോളാന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? നിഷയുടെ അച്ഛൻ വില്ലേജ് ഓഫീസിലാണ് ജോലി ചെയ്യുന്നത്. ഞാൻ അവളോട് ചോദിച്ചപ്പോൾ പറയുവാ അവളുടെ അച്ഛന് സ്മോൾ കഴിക്കുമെന്ന്. അച്ഛൻ കഴിച്ചു വന്നാൽ വലിയ സ്നേഹമാണെന്നാണ് അവൾ പറഞ്ഞത്. മിനി തിരികൾ എണ്ണയിലേക്ക് ഇറക്കി വെച്ചു. മോൾ ചെന്ന് പഠിക്കുക. എൻ്റെ എക്സാം കഴിഞ്ഞതുപോലും അമ്മ മറന്നു. ഉത്തരം മുട്ടുമ്പോൾ അമ്മയ്ക്ക് ഈ പതിവ് പല്ലവിയാണ്. എനിക്കറിയാം. പോയി ചെന്ന് പഠിക്കുക. മിനി മണ്ടത്തരം ഭാവിച്ചില്ല. നിനക്കെന്താ കഴിക്കാൻ വേണ്ടത്? അച്ഛൻ്റെ കാര്യം പറയുമ്പോൾ അമ്മ വിഷയം മാറ്റും. മിനിക്ക് ദേഷ്യം വന്നു. പിന്നെ ഞാൻ എന്ത് വേണമെന്നാണ് നീ പറയുന്നത്? നന്ദു നിശബ്ദയായി. ആത്മഹത്യ ചെയ്യാതെ ഞാനിപ്പോഴും പിടിച്ചു നിൽക്കുന്നത് നിന്നെ ഓർത്ത് മാത്രം. സഹിക്കാവുന്നതിനപ്പുറമായി. മിനി പൂജാമുറിയിൽ നിന്ന് ഇറങ്ങിപ്പോയി. നന്ദു മുഖം കുനിച്ചു നിന്നു. ഭാര്യയ്ക്കും മകൾക്കും ഇടയിൽ സ്വന്തമായ ഒരു മതിൽ തീർത്തു വെച്ചു മദ്യത്തിൽ മുങ്ങി അച്ഛൻ ജീവിതം തീർക്കാൻ എന്തായിരിക്കും കാരണം? തെറ്റ് അച്ഛൻ്റെ ഭാഗത്താണോ അമ്മയുടെ ഭാഗത്താണോ? അമ്മ ചിലപ്പോഴൊക്കെ ക്ഷോഭിക്കുന്നതല്ല അച്ഛൻ ഒച്ച ഉയർത്താറില്ല. നിഷ്ക്രിയത്വമാണ് അച്ഛനിൽ കാണുന്നത്. ഇപ്പോൾ സസ്പെൻഷനിലാണ് അച്ഛൻ. രാത്രി എപ്പോഴാണ് അച്ഛൻ വരുന്നതെന്നറിയില്ല. അമ്മ അച്ഛന് വേണ്ടി കാത്തിരിക്കാറില്ല. ഭക്ഷണം കരുതാറുമില്ല. മുന്നിൻ്റെ വാതിൽ കുറ്റിയിടില്ലെന്ന് മാത്രം. അച്ഛൻ വരാത്ത രാത്രികളുമുണ്ട്. വീട്ടുവാടക കൊടുക്കുന്നതും തൻ്റെ പഠിത്തം നോക്കുന്നതും അമ്മയാണ്. എത്രയോ വർഷമായി അച്ഛൻ ഒരു ഡ്രസ്സ് എടുത്ത് തന്നിട്ട്. വീട്ടിൽ നിന്ന് അച്ഛൻ എന്തെങ്കിലും കഴിക്കുന്നത് കണ്ടിട്ടുമില്ല. അവൾ നനഞ്ഞ കണ്ണോടെ കൃഷ്ണവിഗ്രഹത്തിലേക്ക് നോക്കി. തൻ്റെ കണ്ണുകൾ പൊത്തിപ്പിടിച്ച് അച്ഛൻ കൊണ്ടുവന്ന് വിഷുക്കണി കാണിച്ചു തരുന്ന ദിവസം ഇനി ഉണ്ടാവില്ല. അച്ഛൻ്റെ കയ്യിൽ നിന്ന് വിഷുക്കൈനീട്ടം വാങ്ങാനും കഴിയില്ല. മദ്യലഹരി അല്ലാതെ അച്ഛന് മറ്റൊന്നുമില്ല. കിച്ചണിൽ പാത്രങ്ങൾ അരിശത്തോടെ കലവില കൂട്ടുന്നത് അവൾ കേട്ടു. അമ്മയുടെ മനസ്സിലെ കുറച്ച് സമാധാനം താനായി കെടുത്തി. 2. ചപ്പാത്തി 4 എണ്ണം മിനി ചുട്ടെടുത്തു. ഫ്രിഡ്ജിൽ നിന്ന് കറിയെടുത്ത് ചൂടാക്കിക്കൊണ്ടിരുന്നപ്പോൾ കിച്ചൺ ബോർഡിലിരുന്ന സെല്ല് റിങ് ചെയ്തു. ഗ്യാസ് സ്റ്റവ് ഓഫാക്കിയിട്ട് മിനി ചെന്ന് സെല്ലെടുത്തു. മായേച്ചിയാണ്. മായേച്ചി, നാളെ വിഷു അല്ലേടി? രാഘവത്തോടെ മിനി ഒന്ന് മൂളി. നന്ദുവിന് വെക്കേഷൻ തുടങ്ങിയില്ലേ? നീ നാളെ അവളെയും കൊണ്ട് ഇങ്ങോട്ട് വാ. രേഷ്മയും സൂരജും വന്നിട്ടുണ്ട്. നമുക്ക് കന്യാകുമാരി വരെ ഒന്ന് പോയി വരാം.
മിനിക്ക് താല്പര്യം തോന്നിയില്ല. ഞാനില്ല മായേച്ചി. രവി എത്തിയോ? ആ മനുഷ്യൻ എപ്പോൾ വരുന്നു പോകുന്നു എന്നൊന്നും എന്നോട് ചോദിക്കരുത്. നന്ദു വാതുക്കൽ വന്ന് നിന്നതും മിനി കണ്ടില്ല. രവിയെ ഏതെങ്കിലും റീഅഡിക്ഷൻ സെൻറ്ററിൽ കൊണ്ടുപോകുന്നതാണ് നല്ലത്. ഒരു മോളല്ലേ നിനക്ക്. ഇനിയും രവിയുടെ കാര്യത്തിൽ ഉദാസീനത കാണിക്കരുത്. എല്ലാവർക്കും എളുപ്പം കഴിയുന്ന ഒന്നാണ് ഉപദേശം. ഒന്നും അറിയാത്തവളെ പോലെ മായേച്ചി സംസാരിക്കരുത്. എന്ത് പറഞ്ഞ് ഞാൻ ആ മനുഷ്യനെ റീഅഡിക്ഷൻ സെൻറ്ററിലേക്ക് വിളിക്കും? രവിയോട് സൂരജ് സംസാരിക്കാൻ തയ്യാറാ. ഒരു പരിഹാസച്ചിരി മിനയിലുണ്ടായി. ആ മനുഷ്യൻ്റെ അച്ഛൻ കണ്ണടച്ചത് എങ്ങനെയാണെന്ന് മായേച്ചിക്ക് അറിയില്ലേ? മകനെ നേർവഴിക്ക് കൊണ്ടുവരാൻ കഴിയുന്നതൊക്കെ ചെയ്തു. ഒരിക്കൽ പിടിച്ചു കെട്ടി ചികിത്സയ്ക്ക് കൊണ്ടുപോയി. എത്ര ദിവസം രവിയേട്ടൻ അവിടെ കഴിഞ്ഞു? ഒരാഴ്ച തികയുന്നതിന് മുമ്പ് സ്ഥലം വിട്ടു. എന്നിട്ടാണ് ഞാൻ ഇനി റേഡിയേഷൻ സെൻറ്ററിൽ കൊണ്ടുപോകുന്നത്. എന്തിനാ സൂരജ് സംസാരിക്കട്ടെ? സൂരജ് എവിടെ വന്ന് കാണുമെന്നാണ് മായേച്ചി പറയുന്നത്? ഏതെങ്കിലും മാറി ചെന്നുകൊണ്ട് ഉപദേശിക്കാൻ അവന് കഴിയുമോ? എങ്കിൽ പറഞ്ഞു വിട്. മറുദേശത്തു നിന്നും പ്രതികരണമൊന്നും ഉണ്ടായില്ല. ആര് പറഞ്ഞാലും രവിയേട്ടന് ഒരു മാറ്റവും സംഭവിക്കില്ല. മരിക്കാൻ നേരം രവിയേട്ടൻ്റെ അച്ഛൻ എന്നോട് പറഞ്ഞത് മോൾ ഇന്ന് സത്യനാഥൻ്റെ അച്ഛനെ കാണാനാണ്. അദ്ദേഹം മകൻ്റെ കൂടെ ഒറ്റപ്പാലത്ത് എവിടെയാണ്. ആ മനുഷ്യൻ വന്ന് ഉപദേശിച്ചാൽ മകൻ നന്നാകുമെന്ന വിശ്വാസത്തിലാണ് രവിയേട്ടൻ്റെ അച്ഛൻ മരിച്ചത്. അദ്ദേഹം എവിടാന്ന് കൃത്യമായി അറിയാതെ ഞാൻ എന്ത് ചെയ്യാനാ? ആരാ സത്യനാഥൻ്റെ അച്ഛൻ? ഒരു മനസ്സും രണ്ട് ശരീരവുമായി ജീവിച്ചവരാ രവിയേട്ടൻ്റെ അച്ഛനും സത്യനാഥൻ്റെ അച്ഛനും. എന്നാൽ രവിയേട്ടൻ എന്നും ഒരു എതിരാളിയായിരുന്നു സത്യനാഥൻ. എനിക്ക് തോന്നുന്നത് രവിയേട്ടനെ ഇങ്ങനെ ഒരു നിലയിലെത്തിച്ച് സത്യനാഥനോട് തോന്നിയ വാശി കൊണ്ടെന്നാണ്. എന്തിനും സത്യനാഥനെ കണ്ടുപിടിക്കാനാ രവിയേട്ടനോട് പറയാറ്. അറിയാക്കഥയ്ക്ക് മുന്നിൽ നന്ദു കാത് കൂർപ്പിച്ചു നിന്നു. മുൻപൊക്കെ രവിയേട്ടൻ കഴിച്ചിട്ട് വന്ന് സത്യനാഥനെ ചീത്ത വിളിക്കുന്നത് പതിവായിരുന്നു. മക്കളെ താരതമ്യപ്പെടുത്തി വളർത്തിയതിൻ്റെ ശിക്ഷ അനുഭവിച്ചിട്ട് അച്ഛൻ പോയത്. സത്യനാഥൻ എന്തു ചെയ്യുന്നു? ഒറ്റപ്പാലത്ത് ഏതോ സ്കൂളിലെ അധ്യാപകനാ അയാൾ. കേട്ടറിവ് വെച്ച് അത്ര മെച്ചപ്പെട്ട നിലയൊന്നുമല്ല. ശരാശരിയോട് കുടുംബജീവിതം നയിക്കുന്ന ഒരാൾ. രവിയുടെ അച്ഛനെ അങ്ങനെ ഒരു മനുഷ്യന് വിശ്വാസമുണ്ടെങ്കിൽ നമുക്ക് അയാളെ ചെന്ന് കാണണം. അയാൾ എവിടെയുണ്ടെങ്കിലും സൂരജ് കണ്ടുപിടിച്ച് രവിയുടെ മുന്നിൽ കൊണ്ടുവരും. നിങ്ങളുടെ കാര്യത്തിൽ അവൻ അത്രയ്ക്ക് ഉത്കണ്ഠയുണ്ട്. കുറച്ച് ദിവസത്തെ ലീവിന് നാട്ടിൽ വന്നതാ സൂരജ്. അയാൾ മായേച്ചിയുടെ മകളുടെ ഭർത്താവ് മാത്രമേ ആയിട്ടുള്ളൂ. അവൻ എന്നോടും നന്ദുവിനോടും ഇപ്പോൾ തോന്നുന്ന സ്നേഹം ഇല്ലാതാക്കി കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. രവിയേട്ടനെ ഈ ജന്മം തിരിച്ചു കൊണ്ടുവരാൻ ദൈവത്തിന് പോലും കഴിയില്ല. ഇതെൻ്റെയും എൻ്റെ കുഞ്ഞിൻ്റെയും വിധിയാണ്. എൻ്റെ ബന്ധുക്കളോടുള്ള രവിയേട്ടൻ്റെ അതിർത്തി മായേച്ചിക്ക് അറിയാമല്ലോ. അമ്മയുടെ ശബ്ദം ദുർബലമായത് നന്ദു അറിഞ്ഞു. മായേച്ചി വെച്ചോ, നാളെ യാത്രയ്ക്ക് ഞങ്ങളില്ല. മിനി കോൾ കട്ട് ചെയ്ത് തിരിഞ്ഞപ്പോൾ വാതിക്കൽ നിൽക്കുന്ന നന്ദുവിനെ കണ്ടു. വന്ന് കഴിക്കേ. ഒരു ഭാവഭേദവും കൂടാതെ പ്ലേറ്റിൽ ചപ്പാത്തി എടുത്തു വെച്ചിട്ട് അരികിൽ വെജിറ്റബിൾ കറി ഒഴിച്ച് മിനി അവൾക്ക് കൊടുത്തു. അവരൊക്കെ നാളെ കന്യാകുമാരിക്ക് പോകുന്നെന്ന് നന്ദു മറുപടി പറഞ്ഞില്ല. നിനക്ക് വിഷമമുണ്ടോ? അവർ പോകുന്നതിന് ഞാനെന്തിനു വിഷമിക്കണം? ബന്ധുക്കളുടെ മുന്നിൽ രണ്ട് അനാഥ ജന്മങ്ങളെപ്പോലെ ചെന്ന് നിൽക്കാൻ കഴിയാഞ്ഞിട്ടാ മോളെ. വിധേയമാകുന്ന പോലെയല്ലേ അമ്മയുടെ ഈ അവസ്ഥ. മിനി തിടുക്കത്തിൽ നടന്നുപോയി. പ്ലേറ്റ് കയ്യിൽ പിടിച്ച് നന്ദു നിന്നു. ആരായിരിക്കും സത്യനാഥൻ്റെ അച്ഛൻ? അയാൾ വന്നാൽ എനിക്ക് എൻ്റെ അച്ഛനെ തിരിച്ചു കിട്ടുമോ? അവളുടെ ചിന്ത അതുമാത്രമായിരുന്നു. 3. ജനച്ചില്ല് മറികടന്ന് അകത്തേക്ക് മങ്ങിയ വെളിച്ചം വീഴുന്നുണ്ടായിരുന്നു. നന്ദു തിരിഞ്ഞു വന്ന് മിനിയുടെ ദേഹത്ത് കൈ ചുറ്റി. അമ്മ ഉറങ്ങിയിട്ടില്ലെന്ന് അവൾക്കറിയാമായിരുന്നു. അമ്മേ. സ്നേഹവും പരിഗണനയും കിട്ടാതെ വരുമ്പോഴാണല്ലേ എല്ലാറ്റിനോടും ദേഷ്യം ഉണ്ടാകുക. മിനി മറുപടി പറഞ്ഞില്ല. അമ്മ ദേഷ്യപ്പെടുന്നത് അതുകൊണ്ടാണെന്ന് എനിക്കറിയാം. എന്നിട്ട് ഞാൻ ദേഷ്യപ്പെടുന്നില്ലല്ലോ. നിൻ്റെ മനസ്സല്ല മോളെ അമ്മയുടേത്. ക്ലാസ് മുറിയും പുസ്തകങ്ങളും മാത്രമേ നിൻ്റെ ലോകത്തുള്ളൂ. അതുപോലാണോ അമ്മയുടെ കാര്യം? മിനി അവളുടെ ശിരസിൽ തഴുകി. എനിക്ക് എൻ്റെ അച്ഛനെ വേണം. അച്ഛൻ ദുഷ്ടനോ വൃത്തികെട്ടവനോ അല്ല. വേറെ സ്ത്രീകളുമായി അച്ഛൻ്റെ അടുപ്പമില്ലെന്ന് അമ്മ തന്നെ പറഞ്ഞിട്ടുണ്ട്. അച്ഛൻ്റെ ആകെയുള്ള ചീത്ത സ്വഭാവം മദ്യപാനമാണ്.
മനുഷ്യനല്ലാകാവുന്ന പരിധി വിട്ട മദ്യപാനം കൊണ്ടാ. അതിൽ കൂടുതൽ എന്ത് വേണം? സ്വബോധം നഷ്ടപ്പെട്ടാൽ അതൊരു തരം ഭ്രാന്താ. ലജ്ജ എന്ന വികാരം ഇല്ലാതാകും. അവൾ അനങ്ങാതെ കിടന്നു. തെരുവിൽ നിൻ്റെ അച്ഛൻ ബോധം കെട്ട് കിടക്കുന്നതും മതിൽ ചാരിയിരിക്കുന്നതും പലതവണ ഞാൻ കണ്ടിട്ടുണ്ട്. മുഖം തിരിച്ച് നടന്നു പോകാൻ എനിക്ക് കഴിയുമായിരുന്നുള്ളൂ. ഇപ്പോൾ പരിചയക്കാർക്കും അതൊരു വിഷയമല്ലാതായി. ഞാനൊരു കാര്യം പറഞ്ഞാൽ അമ്മ ദേഷ്യപ്പെടരുത്. നമുക്ക് സത്യനാരായണൻ എന്ന് പറയുന്ന ആളിൻ്റെ അച്ഛനെ ചെന്ന് കാണാം അമ്മേ. മിനി ക്ഷോഭിച്ചില്ല. നീ മനസ്സിൽ കാണുന്ന പരിവേഷമൊന്നും ആ മനുഷ്യനില്ല. ഒരു സാധാരണ പ്രൈമറി സ്കൂൾ അധ്യാപകനായിരുന്നു അദ്ദേഹം. ഇവിടെ ഇടപ്പഴഞ്ഞില്ല തറവാട്. കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഭാര്യ മരിച്ചുപോയി. മകൻ ഒറ്റപ്പാലത്ത് ജോലി കിട്ടിയപ്പോൾ കൂടെ പോയതാ. പിന്നെന്തിനാ അച്ചാച്ചൻ ആ മനുഷ്യൻ്റെ കാര്യം അമ്മയോട് പറഞ്ഞത്? 4 വർഷം അദ്ദേഹം നിൻ്റെ അച്ഛനെ പ്രൈമറി ക്ലാസ്സിൽ പഠിപ്പിച്ചിട്ടുണ്ട്. പഴയ ഗുരു ഉപദേശിച്ചാൽ മോൻ നന്നാവുമെന്ന് കരുതി പറഞ്ഞതാ. സ്വന്തം അച്ഛന് കഴിയാത്തത് മറ്റൊരാൾക്ക് എങ്ങനെ കഴിയാനാ? അച്ചച്ചൻ അങ്ങനെ പറയണമെങ്കിൽ എന്തെങ്കിലും കാര്യമുണ്ടാകും. അവൾ അതിൽ പിടിച്ചു നിന്നു. ഒരു കാര്യവുമില്ല. ബൈപ്പാസ് സർജറി കഴിഞ്ഞപ്പോൾ പേസ് മേക്കർ ഘടിപ്പിച്ചാണ് അദ്ദേഹം ജീവിക്കുന്നത്. ഇവിടെ വന്ന് നിൻ്റെ അച്ഛനെ കണ്ടുപിടിച്ച് ഗുണദോഷിക്കാനുള്ള ആരോഗ്യമൊന്നും അദ്ദേഹത്തിനില്ല. നന്ദു ഒന്നും പറഞ്ഞില്ല. ഉപദേശിച്ചാൽ നന്നാവുന്ന കാലമൊക്കെ എന്നേ കഴിഞ്ഞു. അല്ലെങ്കിൽ തന്നെ അദ്ദേഹത്തെ കാണുന്നത് പോലും നിൻ്റെ അച്ഛന് വെറുപ്പാ. രണ്ടാളും പിന്നെ ഒന്നും സംസാരിച്ചില്ല. കോളിംഗ് ബെൽ മുറിഞ്ഞു ശബ്ദിക്കാൻ തുടങ്ങി. മിനി കിടക്കയിൽ എഴുന്നേറ്റിരുന്നു. അയാൾ വന്നിരിക്കുന്നു. ഇന്ന് വരില്ലെന്നാണ് കരുതിയത്. ചുവരിൽ സ്വിച്ച് കണ്ടെത്തി. ലൈറ്റ് ഇട്ടു. മണി 12 കഴിഞ്ഞു. നന്ദുമോൾ ചെരിഞ്ഞ് കിടന്നുറങ്ങുകയാണ്. പിന്നെയും കോളിംഗ് ബെൽ മുഴങ്ങി. മിനി എഴുന്നേറ്റ് മുറി തുറന്നു. പുറത്തേക്ക് നടന്നു. ഹാളിൽ വെളിച്ചമുണ്ട്. അവൾ മുൻവശത്തെ വാതിൽ തുറന്നു. സിറ്റൗട്ടിലെ തൂണിൽ ചാരി ആടി രവി നിൽപ്പുണ്ട്. ഏത് നിമിഷവും അയാൾ ഊർന്ന് മുറ്റത്തേക്ക് പോകുമെന്ന് അവൾക്ക് തോന്നി. മിനി അകത്തേക്ക് പോയി. രവി തൂണിൽ നിന്ന് ബന്ധം വേർപെട്ടു. എത്തിയപ്പോൾ വീഴാൻ പോയി. ചുവരിൽ ഒരു കൈ കുത്തി അയാൾ നിന്നു. കയ്യിൽ ഒരു ക്യാരി ബാഗ് ഉണ്ടായിരുന്നു. പിറുപിറുത്തുകൊണ്ട് അയാൾ ഹാളിൽ കയറിപ്പറ്റി. വാതിലടച്ചിട്ട് അയാൾ സെറ്റിയിൽ ചെന്ന് വീണു. കാലുകൾ ടീപ്പോയിൽ ആയാസപ്പെട്ടെടുത്ത് കയറ്റി. കുറേ നേരം കണ്ണടച്ചിരുന്നു. പിന്നെ ബാലൻസ് നിലനിർത്തി എഴുന്നേറ്റു. ഡൈനിങ് ഹാൾ വരെ ചെന്ന് ഒരു ഗ്ലാസും ജഗ്ഗും എടുത്ത് ആടി വന്നു. സെറ്റിയിലേക്ക് അയാൾ കുഴഞ്ഞിരുന്നു. ക്യാരി ബാഗിൽ നിന്നൊരു പ്ലാസ്റ്റിക് ബോട്ടിൽ റം എടുത്ത് പൊട്ടിച്ച് പകുതിയോളം ഗ്ലാസ്സിൽ ഒഴിച്ചു. ജഗ്ഗ് കമഴ്ത്തിയപ്പോഴാണ് അതിൽ വെള്ളമില്ലെന്ന് മനസ്സിലായത്. അരിശത്തോടെ അയാൾ ജഗ്ഗു വലിച്ചെറിഞ്ഞു. കുഴഞ്ഞ ശബ്ദത്തിൽ അവ്യക്തമായി പുലമ്പി. ഗ്ലാസ്സിലിരുന്ന മദ്യമെടുത്ത് ഒരു തുള്ളി പോലും നഷ്ടപ്പെട്ടു പോകാതെ അയാൾ ഊറ്റി കുടിച്ചു. 3 തവണ കഴിച്ച് അയാൾ ബോട്ടിലൊഴിച്ചു. പുറത്ത് മഴ പെയ്യുന്നത് പോലെ അയാൾക്ക് തോന്നി. ഭ്രമാത്മകമായ ആ തോന്നലിൽ കൊടുങ്കാറ്റും ഇടിയും മിന്നലും കണ്ടു. മഴ പെയ്യട്ടെ, പെയ്തിട്ട് കാലം കുറേ ആയില്ലേ. പിറുപിറുത്തുകൊണ്ട് അയാൾ സെറ്റിയിൽ കാലുകൾ എടുത്തു വെച്ചൊരു പൂച്ചക്കുട്ടിയെപ്പോലെ ചുരുണ്ട് കിടന്നു. പിന്നെ തല പൊന്തിച്ച് കാർക്കിച്ച് നിലത്ത് തുപ്പി. വാതിലിൽ തട്ടുന്ന ശബ്ദം കേട്ടാണ് രവി പിന്നീട് കണ്ണു തുറന്നത്. തല ഉയർത്തിപ്പിടിക്കാൻ അയാൾക്ക് സാധിച്ചില്ല. താടി കുനിഞ്ഞു വന്ന് നെഞ്ചിൽ തട്ടുന്ന അവസ്ഥയാണ്. മുറിയിൽ പകൽ പോലെ വെളിച്ചമുണ്ടായിരുന്നു. വീണ്ടും വാതിലിൽ മുട്ടുന്ന ശബ്ദം കേട്ടു. രവി, വാതിലൊന്ന് തുറക്ക്. ആ വിളി അയാൾ കേട്ടു. എവിടെയോ കേട്ടു പഴകിയ സ്വരം. നേരം വെളുത്തു കഴിഞ്ഞു. കടം വാങ്ങി ആരോ ആണെന്ന് അയാൾക്ക് നല്ല നിശ്ചയമുണ്ടായിരുന്നു. രവി കാലുകൾ ഇറക്കി വെച്ച് കുറേ നേരം ഇരുന്നു. തല പമ്പരം പോലെ കറങ്ങുന്ന പ്രതീതിയാണ്. സഹി കേട്ട് അയാൾ എഴുന്നേക്കാൻ ശ്രമിച്ചപ്പോൾ വാതിലകത്തേക്ക് തുറന്നു വരുന്നതാണ് കണ്ടത്. അയാൾ ഇമകൾ തെരുതെരെ അടച്ച് നോട്ടം വാതിൽക്കൽ ഉറപ്പിച്ചു നിർത്താൻ ശ്രമിച്ചു. പുറത്ത് നല്ല വെളിച്ചമുള്ളത് അയാൾക്ക് തോന്നി. വാതിലിന് നേരെ ഉയരം കുറഞ്ഞ് കൃശഗാത്രനായ ഒരു മനുഷ്യൻ വന്നു നിന്നു. നരച്ച കുറ്റിത്തലമുടിയും നരച്ച കുറ്റിത്താടിയും കതർ ഷർട്ടും പാദത്തിന് മുകളിൽ നിൽക്കുന്ന ഒറ്റമുണ്ടും നഗ്നമായ ചെറിയ കാൽപാദങ്ങൾ, ചുമലിൽ 2 മുണ്ട്. സ്നേഹവാത്സല്യങ്ങളോടെ ചിരി തൂകുന്ന ക്ഷീണിച്ച മുഖം. ഷോക്കേറ്റ പോലെ രവി പെട്ടെന്ന് എഴുന്നേറ്റു. സത്യനാഥൻ്റെ അച്ഛൻ. കാലം കൂടെ നിലത്ത് കുത്തി ആ മനുഷ്യനകത്തേക്ക് വന്നു. നിനക്ക് എന്നെ മനസ്സിലായില്ലേ മോനെ? രവിക്ക് പരവേശമുണ്ടായി. സാർ ഇരിക്ക്.
മുമ്പോട്ടും പിൻപോട്ടും ചലിക്കാൻ കഴിയാതെ രവി പറഞ്ഞു. ശരി, ഇരിക്കാം. അയാൾ അഭിമുഖം ഒരു കസേര വലിച്ചിട്ട് സത്യനാഥൻ്റെ അച്ഛൻ ഇരുന്നു. രവിയുടെ അച്ഛൻ ഇരിക്കാറുള്ള കസേരയായിരുന്നു അത്. മിനിയും മോളും ക്ഷേത്രത്തിലേക്ക് പോയിട്ടുണ്ടാകും അല്ലേ? ഇന്ന് വിഷു അല്ലേ? അയാൾ ഒന്നും പറയാതെ നിന്നു. നീ ഇരിക്കും മോനെ. എനിക്കിങ്ങനെ മലർന്നു നോക്കി സംസാരിക്കാൻ തീരെ വയ്യ. കഴുത്തിന് തേയ്മാനമുണ്ട്. യന്ത്രങ്ങളൊക്കെ തുരുമ്പെടുത്ത് തുടങ്ങിയില്ലേ? സത്യനാഥൻ്റെ അച്ഛൻ തമാശ സ്വയം ആസ്വദിച്ച് ചിരിച്ചു. രവി സെറ്റിയുടെ അരികു പറ്റിയിരുന്നു. എന്നാണ് സാർ നാട്ടിലേക്ക് വന്നത്? ദേ, ഇന്ന് രാവിലെ എത്തിയതേ ഉള്ളൂ. എന്നെ ഇവിടെ വിട്ട് അവർ തറവാട്ടിലേക്ക് പോയി. നിന്നെ ഒന്ന് കണ്ടിട്ട് പോകാനാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. ഈ വിഷു തറവാട്ടിൽ വേണമെന്ന് എനിക്ക് തോന്നി. വിനീ, രവി അകത്തേക്ക് നോക്കി വിളിച്ചു. അവളും മോളും ഇവിടെ ഉണ്ടാവില്ല. ഉണ്ടായിരുന്നെങ്കിൽ എപ്പോഴേ വന്ന് വാതിൽ തുറന്നേനെ. എത്ര നേരമായി ഞാൻ വാതിലിൽ മുട്ടുന്നു. പിന്നെ ഒന്ന് തള്ളി നോക്കിയപ്പോഴല്ലേ വാതിൽ ചാരിയിട്ടേ ഉള്ളൂ എന്ന് മനസ്സിലായത്. സത്യനാഥൻ്റെ അച്ഛൻ നിഷ്കളങ്കമായി ചിരിച്ചു. സത്യനാഥന് സുഖമല്ലേ? എന്താ മോനെ സുഖമെന്ന വാക്കിനർത്ഥം? അത് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന ഒന്നല്ലേ. നമുക്കൊരു ജീവിതമുണ്ടെന്നും ആ ജീവിതം കൊണ്ട് മറ്റൊരാളെ വേദനിപ്പിക്കരുതെന്നും നിശ്ചയിക്കപ്പെടുമ്പോൾ സുഖമുണ്ടാകും. ആ നിലയ്ക്ക് അവന് സുഖം തന്നെയാണ്. ഒന്ന് നിർത്തി സത്യനാഥൻ്റെ അച്ഛൻ തുടർന്നു. എന്നാൽ ദുഃഖവുമുണ്ട്. അവൻ്റെ രണ്ടാമത്തെ കുട്ടി ജന്മനാ ഹാർട്ട് പേഷ്യൻ്റാണ്. എന്നുവെച്ച് ജീവിതത്തിൽ നിരാശ പടർത്താൻ പറ്റുമോ? ഒരു വൃക്ഷത്തിലെ ഇലകൾ, അത്രയേയുള്ളൂ മനുഷ്യർ. പഴുത്ത ഇല നിൽക്കുമ്പോൾ എത്രയോ പച്ചിലകൾ കൊഴിയുന്നു. ഓരോ മനുഷ്യജീവിതവും ദൈവം തന്ന സുഹൃതമായി കരുതണം. ഒരു കപ്പ് ചായ തരാൻ കഴിഞ്ഞില്ല, കുറ്റബോധത്തോടെ രവി പറഞ്ഞു. മിനി വരട്ടെ. അവളെ മോളെ കണ്ടിട്ടേ ഞാൻ തറവാട്ടിലേക്കുള്ളൂ. അതുവരെ നമുക്ക് സംസാരിച്ചിരിക്കാം. ഒരു പക്ഷേ നിന്നെ തനിച്ച് കിട്ടിയത് തന്നെ ദൈവാനുഗ്രഹം കൊണ്ടാകും. സത്യനാഥൻ്റെ അച്ഛൻ മൃദുവായി ചിരിച്ചു. രവിയിലൊരു വീർപ്പുമുട്ടലുണ്ടായി. ഞാനും നിൻ്റെ അച്ഛൻ ജനാർദ്ദനം കൊണ്ടാക്കും തമ്മിലുള്ള ആത്മബന്ധം മറ്റാരെക്കാളും നന്നായി നിനക്കും എൻ്റെ മോനും അറിയാം. കോൺട്രാക്ടർ മരിക്കുന്നതിൻ്റെ തലേദിവസം വരെ ഫോണിൽ സംസാരിച്ചിരുന്നു. അദ്ദേഹത്തിന് എന്നും പറയാൻ ഒരു വേദന മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. നിൻ്റെ ജീവിതം ഓർത്തല്ല, മിനിയേയും കുഞ്ഞിനെ ഓർത്ത്. വഴി സ്വയം തിരഞ്ഞെടുത്തവർക്ക് പോകാം. പക്ഷേ കെട്ടുപാടുകൾ ഉണ്ടായാലോ? രവിയുടെ മുഖത്ത് ചെറിയൊരു മുഷിച്ചിൽ പ്രകടമായി. ഞങ്ങൾ തമ്മിലുള്ള ബന്ധം കൃഷ്ണനും കുചേലനും തമ്മിലുള്ളതായിരുന്നു. എന്നുവെച്ച് കൃഷ്ണൻ്റെ സമ്പത്തൊന്നും ഈ കുചേലൻ കൈപ്പറ്റിയിട്ടില്ല. പണത്തൂക്കം മാറ്റിവെച്ചുള്ള സൗഹൃദം. ഉള്ളവനില്ലാത്തവന് വാഗ്ദാനം ചെയ്യേണ്ടത് സ്നേഹമാണ്. രവി വലിയ താല്പര്യം കാണിച്ചില്ല. രവി ഇപ്പം മൂന്നാമത്തെ പണിഷ്മെൻറ്റ് നേരിടുകയാണല്ലേ? ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല. ചെയ്തത് തെറ്റല്ലെന്നാണോ രവി പറയുന്നത്? നമുക്കത് വിടാം സാർ. ഞാൻ വന്നത് രവിയെ കാണുക എന്ന ഉദ്ദേശം വെച്ച് തന്നെയാണ്. ഇനിയും ഞാനതിന് ശ്രമിക്കാതിരുന്നാൽ എനിക്ക് നിന്നെ കാണാൻ കഴിഞ്ഞില്ലെന്ന് വരും. അത്രമാത്രം രോഗപീഡിതനാണ് ഞാൻ വന്ന് നിന്നോട് സംസാരിച്ചാൽ നിൻ്റെ ജീവിതത്തിൽ ഒരു മാറ്റമുണ്ടാകുമെന്ന് നിൻ്റെ അച്ഛൻ അടിയുറച്ച് വിശ്വസിച്ചു പോയി. ആ വിശ്വാസം മനസ്സിൽ അടക്കി പിടിച്ചാൽ മരിച്ചതും. രവി അതിർത്തി പ്രകടിപ്പിക്കാതെ ഇരുന്നു. നിലത്ത് കിടക്കുന്ന ഒഴിഞ്ഞ റമ്മിൻ്റെ ബോട്ടിൽ കണ്ടപ്പോൾ അയാൾക്ക് കടുത്ത നിരാശ തോന്നി. രാവിലെ കഴിക്കാൻ കരുതിയതായിരുന്നു. ചില ആഗ്രഹങ്ങൾ വാങ്ങിച്ചിട്ട് പോകുന്ന ആത്മാക്കൾക്ക് ആത്മശാന്തി കിട്ടാറില്ലെന്ന് കേട്ടിട്ടില്ലേ? മനുഷ്യജീവിതത്തിൻ്റെ ഓരോ വികാസവും അതിൻ്റെ പൂർണ്ണതയിലേക്കുള്ള വളർച്ചയാണ്. അതിനിടയിൽ ചെയ്തു തീർക്കേണ്ടതൊക്കെ നമ്മൾ ചെയ്യണം. നിനക്ക് വിരസമായി തോന്നുന്നുണ്ടോ? ഉണ്ടെന്ന് മനസ്സിൽ പറഞ്ഞെങ്കിലും മുഖത്ത് നോക്കി പറയാൻ അയാൾക്ക് കഴിഞ്ഞില്ല. ഞാൻ മരിച്ചു പോയാൽ എൻ്റെ സതീർത്ഥ്യൻ്റെ ആഗ്രഹം നിറവേറ്റി കൊടുക്കാത്തതിൻ്റെ കുറ്റബോധവും കൂടെ ഉണ്ടാകും. ഇന്നോളം സത്യത്തിനും ധർമ്മത്തിനും അനുസരിച്ച് ജീവിച്ചതൊക്കെ വെറുതെയാകും. വ്യാധി മറികടന്ന് ഒരു രാത്രി യാത്ര ചെയ്ത് ഞാൻ നിൻ്റെ മുന്നിൽ വന്നത് അതുകൊണ്ടാണ്. രവിക്ക് കണ്ണുകൾ അടഞ്ഞു പോകുന്നത് പോലെ തോന്നി. പൈതൃക സ്വത്തായി സത്യനാഥന് കൈമാറാൻ എനിക്ക് ആകെയുള്ളത് പഴഞ്ചനായ തറവാടും 90 സെൻറ്റ് പറമ്പുമാണ്. അതിൽ കൂടുതലൊന്നും മകന് വേണ്ടി ഞാൻ സമ്പാദിച്ചിട്ടില്ല. ഒറ്റപ്പാലത്ത് 15 സെൻറ്റ് ഭൂമിയും അതിലൊരു വീടും അവന് സ്വന്തമായുണ്ട്. സ്കൂൾ അധ്യാപകരാണ് അവനും ഭാര്യയും. അവിടെ കുറച്ച് വയൽ പാട്ടത്തിനടുത്ത് ഒഴിവ് സമയം അവൻ പച്ചക്കറി കൃഷി ചെയ്യുന്നുണ്ട്. അതേസമയം നിൻ്റെ ഭാഗം ഒന്ന് ചിന്തിച്ചു നോക്ക്. രവി കൂനിപ്പോയ തല പിടിച്ചുയർത്തി. ലക്ഷക്കണക്കിന് രൂപയുടെ സ്വത്ത് ജനാർദ്ദനം കൊണ്ടാക്കി സമ്പാദിച്ചു കൂട്ടി.
മകൻ ഏറ്റവും നല്ല വിദ്യാഭ്യാസം നൽകി. എഞ്ചിനീയറായി നീ പുറത്തു വന്നു. ആ മകനെ ഉപദേശിച്ച് നേർവഴിക്ക് കൊണ്ടുവരാനാണ് എന്നെപ്പോലൊരു സാധു മനുഷ്യനെ നിൻ്റെ അച്ഛൻ വിശ്വാസം അർപ്പിച്ചിരിക്കുന്നത്. തമാശ എന്നല്ലാതെ എന്തു പറയാൻ? സാറ് പറയുന്നതൊന്നും എനിക്ക് മനസ്സിലാകുന്നില്ല. നല്ല ഉറക്കക്ഷീണമുണ്ട്. നീരസം പുറത്ത് കാണിക്കാതെ രവി പറഞ്ഞു. ഞാൻ വന്നത് നിന്നെ ഉപദേശിക്കാനോ നിൻ്റെ ജീവിതം ശരിയല്ലെന്ന് സ്ഥാപിച്ചു തരാനോ ഉദ്ദേശിച്ചല്ല. ഞാൻ എൻ്റെ മകനെ എങ്ങനെ വളർത്തി എന്ന് നിന്നോട് സംസാരിക്കാൻ വേണ്ടി മാത്രമാണ്. നീ ഈ വൃദ്ധൻ്റെ അനുസ്മരണം ഒന്ന് കേൾക്കാൻ മനസ്സ് കാണിച്ചാൽ മതി. നിൻ്റെ ജീവിതത്തിൻ്റെ ഒരു ഭാഗത്ത് ഞാൻ സ്പർശിക്കത്തില്ല. ഞാനെന്തിനാ ആ കഥകൾ കേൾക്കുന്നത്? നിൻ്റെ കൈ പിടിച്ച് അരക്ഷരം കുറിച്ച് തന്ന ആദ്യ ഗുരുവിന് നൽകുന്ന ഗുരുദക്ഷിണയായി ഈ വൃദ്ധൻ്റെ വാക്കുകൾ ഒന്ന് കേട്ടുകൂടെ? രവി സെറ്റിയിലേക്ക് ചാരിയിരുന്നു. 5. പ്രഭാതത്തിൽ മഴ പെയ്യുന്നത് രവി അറിയുന്നുണ്ടായിരുന്നു. കുടയെടുക്കാതെ പോയ മിനിയും മോളും മഴ തോരാൻ കാത്ത ഏതോ കടവരാന്തയിൽ കയറി നിൽക്കുകയാകുമെന്ന് അയാൾ കരുതി. രണ്ടാം മുണ്ടുകൊണ്ട് സത്യനാഥൻ്റെ അച്ഛൻ മുഖം ഒപ്പിയെടുത്തു. അയാൾ ചെറുതായി വിറക്കുന്നുണ്ടെന്ന് രവിക്ക് തോന്നി. പക്ഷേ എല്ലാവരുടെയും കണക്കുകൂട്ടലുകളെ തെറ്റിച്ചുകൊണ്ട് നീ ഫസ്റ്റ് ക്ലാസ്സിൽ 10ാം തരം പാസ്സായി. എന്തിനും ഏതിനും നിന്നെ വെറുതെ താരതമ്യപ്പെടുത്തിക്കൊണ്ടിരുന്ന സത്യനാഥന് 300 മാർക്ക് തികച്ചു വാങ്ങാനായില്ല. രവിയുടെ ചുണ്ടിൽ ഒരു ചിരിമിന്നി. കഷ്ടപ്പാടും ദുരിതവും സഹിച്ചാണ് ഞാൻ അവനെ തേർഡ് ഗ്രൂപ്പ് എടുത്ത് കോളേജിൽ പ്രീ ഡിഗ്രി ചേർത്തത്. നിന്നെ കോൺട്രാക്ടർ ഏറ്റവും നല്ല കോളേജിൽ ഫസ്റ്റ് ഗ്രൂപ്പിൽ ചേർത്തു. സത്യനാഥൻ പിന്നെ നിൻ്റെ മുന്നിൽ ചൂണ്ടിക്കാണിക്കാൻ കഴിയാത്ത ഉദാഹരണമായി മാറി. സ്കൂൾ ക്ലാസ് കഴിഞ്ഞ് നിങ്ങൾ തികച്ചും ഭിന്നങ്ങളായ 2 വഴികളിലായി. അറിയാതെ എന്തിനെ പരാമർശിച്ചു പോയതാ, ക്ഷമിക്ക്. എൻ്റെ മോനിലേക്ക് തന്നെ വരാം. പഠിപ്പിൽ വലിയ ബുദ്ധിയൊന്നും അവനില്ലായിരുന്നു. ഡിഗ്രിയും കഴിഞ്ഞുകൂടി. ഒരച്ഛനും മകനും ബുദ്ധി പകർന്നു നൽകാനാവില്ല. പക്ഷേ അനുഭവങ്ങളുടെ വഴിയിലൂടെ നടത്തിച്ചു കൊണ്ടുപോകാൻ കഴിയും. പുസ്തകങ്ങളിലേക്ക് കുട്ടിക്കാലം മുതലേ അവനെ കൂട്ടിക്കൊണ്ടുവരാൻ എനിക്ക് കഴിഞ്ഞതാ എൻ്റെ മകനെ ഓർക്കുമ്പോൾ എനിക്കിന്ന് അഭിമാനം തോന്നുന്നത്. പൊടുന്നനെ കണ്ണിന് മുന്നിൽ മുളച്ചു പൊന്തുന്നതെല്ലാം ക്ഷണികമായ പ്രഭാവലയം മാത്രമാണെന്ന് പുസ്തകങ്ങൾ അവനെ പഠിപ്പിക്കാൻ തുടങ്ങി. ഒരു മനുഷ്യൻ്റെ ശരീരവും ആത്മാവും എങ്ങനെ രൂപപ്പെടുത്തിയെടുക്കണമെന്ന് ഉള്ളിൽ പതിഞ്ഞ അറിവ് സഹായമായി തീരും. അന്നേരം ഒന്നും അവനെ മോഹിപ്പിക്കില്ല. ബന്ധങ്ങൾക്ക് പത്തരമാറ്റ് പരിശുദ്ധി ഉണ്ടാകും. ക്ഷോഭവും ക്രോധവും കെട്ടടങ്ങും. ഇനി ഞാൻ നിന്നോട് പറയട്ടെ, എൻ്റെ മകന് വേണ്ടി ഈ അച്ഛൻ സമ്പാദിച്ചതൊക്കെ പുസ്തകങ്ങളായിരുന്നു. അധികവും തർജ്ജമകൾ, വിശ്വോത്തര കൃതികൾ. ശേഷം ഭാഗം നാളെ.